ലീസ ഷീനിന് ജൂഡ് വരച്ച വിചിത്രമായ ചിത്രങ്ങളുള്ള നോട്ട് പാഡ് കാണിച്ചു കൊടുത്തു. ആശ്ചര്യമെന്ന് പറയട്ടെ, ലീസ കണ്ട ഡ്രോയിങ്സ് ഒന്നും തന്നെ അതിലുണ്ടായിരുന്നില്ല. അവർ തമ്മിൽ ചെറിയ വാക്ക് തർക്കത്തിലായി. ഷീൻ പറഞ്ഞു, ലീസയാണ് ഡൈനിങ് ടേബിൾ മറിച്ചിട്ടത്. കൂടാതെ ലീസയ്ക്ക് ഇപ്പോൾ മാനസികമായി ബുദ്ധിമുട്ടുണ്ടെന്ന് ഷീൻ വിചാരിക്കാനും തുടങ്ങി. പിറ്റേന്ന് രാവിലെ ജോസഫ് തന്റെ നായയെ കണ്ടു. പക്ഷെ അതിന് ജീവനില്ലായിരുന്നു. ജൂഡ് വീട്ടിലില്ലെന്ന് ഷീൻ മനസ്സിലാക്കുകയും ലീസയും ഷീനും ജൂഡിനെ അന്വേഷിച്ചിറങ്ങുകയും ചെയ്തു. ലീസ വുഡ്സിലുള്ള ആ മാൻഷനിലെത്തി. അവിടെ ആരുടെയൊക്കെയോ ഫുഡ് സ്റ്റെപ്പ് അവൾ കേട്ടു. കൂടാതെ ജൂഡിന്റെ ചിരിയും അവൾ കേട്ടു. സൗണ്ട് കേട്ട സ്ഥലത്തേക്ക് ലീസ ചെന്നു. ഒരു റൂമിലെത്തിയതും അവിടെ ബ്രാംസ് ഇരിക്കുന്നത് കണ്ടു. അന്നേരം ഒരു മാസ്ക് ധരിച്ച് ജൂഡും അവിടെ എത്തി. ജൂഡ് പാരൻസിനോട് സംസാരിക്കുന്നു. ഇത് കേട്ട് അവർക്ക് വളരെയധികം സന്തോഷമായി. അവർ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങാൻ നേരം ലീസ ജോസഫിനോട് ഈ വീടിനെ പറ്റി ചോദിക്കുന്നു. ഇവിടെ ഒരച്ഛനും അമ്മയും മകനുമാണ് താമസിച്ചിരുന്നത്. ആ മകന്